ത്തെത്തും. എന്തിനാണ് ഇന്നലെ അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കണമെന്നുണ്ട് മിത്രക്ക്. രണ്ടും കൽപ്പിച്ച് മിത്ര പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും പക്ഷേ അവൾക്ക് അവിടെ രുദ്രനെ കാണാൻ സാധിച്ചില്ല. അയ്യോ, ഇതെവിടെ പോയി? മിത്ര നാലുപാട് രുദ്രനെ തിരഞ്ഞു. പെട്ടെന്നാണ് കുളപ്പടവിന്റെ അകത്തുനിന്നും രണ്ട് കൈകൾ മിത്ര അകത്തേക്ക് പിടിച്ചു വലിച്ചത്. ഒന്ന് ഞെട്ടിപ്പോയി മിത്ര തന്നെ പിടിച്ചവളിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ നഗ്നമായ അണിവയറിലായി പതിയുന്ന ആ ബലിഷ്ഠമേറിയ കൈകൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും കുതിരൽ നിർത്തിക്കൊണ്ട് മിത്ര കണ്ണുകൾ അടച്ചു നിന്നു. അവളുടെ നാവിൽ നിന്നും അവൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടു, രുദ്രേട്ടൻ. ആ സമയം പുറകിൽ നിന്ന് രുദ്രന്റെ കണ്ണുകളൊന്ന് വിടർന്നു. തൻ്റെ ഒരു സ്പർശനത്തിൽ പോലും അവൾ താനാരണം തിരിച്ചറിഞ്ഞിരിക്കുന്നു. രുദ്രന്റെ ചുടികളിൽ അവന് ചേരാത്ത വിധത്തിൽ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. പതിയെ മിത്ര തിരിഞ്ഞുകൊണ്ട് രുദ്രന്റെ മുഖത്ത് നോക്കി. എന്തോ അധിക നേരം രുദ്രന്റെ മുഖത്ത് നോക്കിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ മിത്ര അവനോട് എന്തോ പറയാൻ വന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ രുദ്രൻ മിത്രയോടായി പറഞ്ഞു, നോക്കൂ മിത്ര, ഇന്നലെ സൂരജനോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പുരികക്കൊടികൾ ചൊളിച്ചുകൊണ്ട് മിത്ര രുദ്രനോട് ചോദിച്ചു. അത് പിന്നെ സൂരജ് ഇന്നലെ പറഞ്ഞ് തറവാട്ടിലുള്ള എല്ലാവരും നമ്മൾ തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് താലി കിട്ടിയെന്നുള്ളത് അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി മിത്രയുടെ കഴുത്തിൽ ആ താലിയുടെ ആവശ്യമില്ലെന്നാ അവൻ പറയുന്നു. അത് എന്നോട് തന്നെ അഴിച്ചു മാറ്റാൻ. മിത്രയുടെ അലർച്ച കേട്ട് ഞെട്ടിക്കൊണ്ട് രുദ്രൻ മിത്രയെ നോക്കിയത്. ഇതുവരെ കാണാത്തൊരു മിത്രയാണ് രുദ്രൻ അവിടെ കാണാൻ സാധിച്ചത്. കണ്ണുകളെല്ലാം ചുവന്ന് വല്ലാതെ ദേഷ്യത്തോടെ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന മിത്രയെ കണ്ട രുദ്രൻ ആദ്യമായി കാണുന്ന പോലെ അവളെ തന്നെ നോക്കി നിന്നു. എന്താ പറഞ്ഞ്? എന്റെ കഴുത്തിലെ താലി ഊരി മാറ്റാൻ? അങ്ങനെ സൂര്യചേട്ടൻ പറഞ്ഞ അത് ഊരി മാറ്റുമോ? രുദ്രേട്ടൻ അറിയോ, എപ്പോഴേക്കും ഞാൻ രുദ്രേട്ടനെ പ്രണയിച്ചു പോയിട്ടുണ്ട്. ഇനി ഈ മിത്രതയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ താലി എന്നിൽ നിന്ന് വേർപെട്ട് പോവുകയുള്ളൂ. അതല്ലാതെ ഈ താലി എന്നിൽ നിന്ന് അഴിച്ചു മാറ്റാന്നുള്ള മോഹം രുദ്രേട്ടനുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ഇനി എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്നിരുന്നാലും ഈ താലി എന്നിൽ നിന്ന് അഴിച്ചു മാറ്റാൻ സമ്മതിക്കില്ല. നിറഞ്ഞ കണ്ണുകളോടെ ഉറച്ച ശബ്ദത്തിൽ മിത്ര രുദ്രനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവിടെ വലതുകൈ രുദ്രൻ പിടിച്ചു നിർത്തിയത്. നിറക്കണ്ണുകളാലെ പിന്തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ്. മിത്ര എന്തോന്ന് രുദ്രനോട് ചോദിക്കാൻ ഒരുങ്ങിയതും അതിനു മുന്നേ തന്നെ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവൻ തന്നെ നെഞ്ചിലായി ചേർത്ത് പിടിച്ചിരുന്നു. ഒരു നിമിഷത്തെ അവന്റെ ആ പ്രവൃത്തി മിത്ര തരിച്ചു നിന്നുപോയി. അവൾക്ക് ഇപ്പോൾ നടക്കുന്നതെല്ലാം സ്വപ്നമായിട്ടാണ് തോന്നിയത്. ചെവിടുക്കിലായി തട്ടുന്ന രുദ്രന്റെ നിശ്വാസം മിത്രയുടെ ശരീരത്തെ കുളിരണിയിപ്പിച്ചു. നീ എന്റേതാ, ഈ രുദ്രദേവിന്റെ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു മിത്ര. നീ പറഞ്ഞ പോലെ അതെപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ഞെട്ടിത്തരിച്ചുകൊണ്ട് നിറക്കണ്ണുകളാലെ മിത്ര രുദ്രനെ തന്നെ നോക്കി നിന്നു. ഈ ജന്മത്തിലും ഇനിയുള്ള വരും ജന്മങ്ങൾ കൂടി എന്റെ പാതിയാവാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം കൂടെ കൂട്ടിട്ട് നിന്നെയാണ്. ഒരു പുഞ്ചിരിയോടെ ഒപ്പം ഗൗരവത്തിലും രുദ്രൻ മിത്രയോടെ അങ്ങനെ ചോദിച്ചു. മിത്ര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രുദ്രനെ കെട്ടിപ്പുണർന്നു. എത്ര നേരം അവർ ആ കുളപ്പടവിൽ അങ്ങനെ നിന്നു എന്നറിയില്ല. മിത്രക്ക് അവനെ എത്ര പുണർന്നിട്ടും മതിയാവുന്നില്ലെന്ന് തോന്നി. മിത്രയെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കുനിഞ്ഞു പോയ മുഖം തന്റെ കൈവിരലുകൾ കൊണ്ട് ഉയർത്തി രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മിത്ര, നീ നല്ലോണം ആലോചിച്ചിട്ടല്ലേ ഈ തീരുമാനമെടുത്ത്? കാരണം നമ്മൾ തമ്മിൽ വയസ്സിന് അരുത് രുദ്രേട്ട, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ രുദ്രേട്ടനെ പ്രണയിച്ച എൻ്റെ മനസ്സുകൊണ്ട്. പറ്റുമെങ്കിൽ രുദ്രേട്ടനെ എന്നെ അങ്ങനെ പ്രണയിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. ഇപ്പൊ നിനക്കെന്നെ പേടിയുണ്ടോ പെണ്ണേ? ഇല്ല. തലവിലങ്ങനെ ആട്ടി മിത്ര താഴേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കവിളിലേക്ക് രക്തം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. നാണം കൊണ്ട് മിത്രയാകെ പൂത്തുലഞ്ഞു പോയി. ഒരിക്കലും സ്വന്തമാവിൽ നിന്ന് കരുതിയ പ്രണയം ഇന്ന് തൻ്റെ കൈക്കുള്ളിൽ എത്തിച്ചേർന്നതിന് അവൾ സർവേശ്വരനോട് മനസ്സാൽ നന്ദി പറഞ്ഞു. ഈ സമയം രുദ്രന്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടി അലയുകയായിരുന്നു. മിത്രയുടെ കണ്ണുകളിലേക്കാണ് അവൻ്റെ നോട്ടം ആദ്യം ചെന്നെത്തിയതെങ്കിൽ അവസാനം അതെത്തിച്ചേർന്ന് അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്കായിരുന്നു. ഒരു നിമിഷം ആ ചുണ്ടുകൾ കണ്ടതും അന്ന് ആ രാത്രി തങ്ങൾക്കിടയിൽ നടന്ന ആ മനോഹരമായ നിമിഷം അവന് ഓർമ്മ വന്നു. പതിയെ രുദ്രൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മിത്രയുടെ ചുണ്ടിലായി തലോടിക്കൊണ്ട് അവളോട് ചോദിച്ചു. അന്ന് ഇരുട്ടായതിനാൽ ശരിക്കൊന്നും കണ്ടില്ല, ആസ്വദിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. എന്നാ എനിക്കിപ്പോ. രുദ്രന്റെ സംസാരം കേട്ട് മിത്രയുടെ ശ്വാസം നിലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മിത്ര രുദ്രനോട് എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ തന്നെ രുദ്രൻ മിത്രയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു.
രുദ്രൻ അവളുടെ മേൽ ചുണ്ട് നുണഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് അവൻ്റെ കൈ അരിച്ച് കയറാൻ തുടങ്ങി. ഈ സമയം ഒരു പിടച്ചിലോടെ മിത്രയുടെ കൈകൾ രുദ്രൻ്റെ അരയിൽ മുറുകി. അവളുടെ കൈമുട്ടിൽ നിന്നും അവൻ്റെ കൈ അവളുടെ മാറിൽ അമർന്നു. രുദ്രൻ്റെ ആ പ്രവൃത്തിയിൽ മിത്ര അറിയാതെ തന്നെ ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. അവളുടെ മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. രുദ്രൻ്റെ കൈ അവളുടെ മുതുകിലൂടെ ഇഴഞ്ഞ് നടന്നു. ശ്വാസമെടുക്കാനായി ചുണ്ടുകളെ വേർപ്പെടുത്തിയ രുദ്രൻ എന്നാൽ നിമിഷങ്ങൾക്കകം വീണ്ടും അതിലും ആഴത്തിൽ ആ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അവൻ്റെ പല്ലുകൾ കൊണ്ട് അവളുടെ പല്ലുകൾ അകത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാവിലേക്ക് ചേക്കേറി. ആ ചുണ്ടുകളിൽ നാവിൻ്റെ രുചി അറിഞ്ഞതും രുദ്രൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു. നാവുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞതും മിത്ര ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് ഏങ്ങിക്കൊണ്ട് അവനെ ഇറുകെ പുണർന്നു. ആ ചുണ്ടുകൾ നൽകുന്ന ലഹരിയിൽ അവൻ്റെ കൈ അവളുടെ ഇരുമാറിടത്തിലും അമർന്നുകൊണ്ടിരുന്നു. അവസാന ശ്വാസം വിലങ്ങിയെന്ന് മനസ്സിലാക്കിയതും മിത്ര അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കിയെന്നോണം മിത്രയുടെ ചുണ്ടിൽ നിന്നും തൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തി രുദ്രൻ ആഞ്ഞ് ശ്വാസമെടുക്കുന്ന മിത്രയുടെ കഴുത്തിടിക്കിലേക്ക് രുദ്രൻ തൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഒഴുകി നടക്കുന്നതിന് പെട്ടെന്നാണ് കുളക്കടവിൻ്റെ പുറത്തുനിന്ന് ആരുടെയോ സംസാരം കേട്ടത്. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് ഇരുവരും പരസ്പരം അകന്നു മാറി. ഇരുവരും വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഒപ്പം രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ മിത്രയ്ക്ക് വല്ലാത്ത നാണം തോന്നി. ചുവന്നു തുടുത്ത മുഖവുമായി തന്നെ നോക്കാൻ കഴിയാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന മിത്രയെ കണ്ടതും രുദ്രൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ഞെട്ടിക്കൊണ്ട് മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും രുദ്രൻ മിത്രയോടായി പറഞ്ഞു, നീ എൻ്റേതാണ് മിത്ര, എൻ്റേത് മാത്രമാണ്. ആർക്കും വിട്ടുകൊടുക്കില്ലേ രുദ്രദേവ് നിന്നെ. ഉറച്ച ശബ്ദത്തോട് മിത്രയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ അവളോടായി പറഞ്ഞു, എന്നാലും എൻ്റെ മിത്രക്കുട്ടി അങ്ങനെ നിന്റെ മാവ് പൂത്തല്ലോ, ഇനി എൻ്റേത് എന്നാണാവോ. നന്ദന കോവിലകത്ത് ഹാളായിരുന്നുകൊണ്ട് മിത്രയോടായി പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. നീ പേടിക്കേണ്ട നന്ദൂട്ടി, നമ്മൾ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ചേ നടക്കുകയുള്ളൂ. ആദ്യം ഞാൻ മനസ്സിൽ കരുതിയത് ഏട്ടനോട് നിന്റെ കാര്യം പറയാമെന്നാ. പക്ഷേ പിന്നീട് തോന്നി വേണ്ടാന്ന്. കാരണം ദൈവം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണമെന്നാണ് കരുതിയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊരു രുദ്രേട്ടനും. കുളപ്പടവിൽ നടന്ന ആ നല്ല നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും അല്പം നാണത്തോടെ മിത്ര നന്ദനയോട് പറഞ്ഞു, എന്നാലും നിന്നെ സമ്മതിക്കണം, ആ കാട്ടാളൻ നീ മെരുക്കി എടുത്തലോടി കൊച്ചു കള്ളി. ആരടി കാട്ടാളൻ? ഇനി അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ട് കെട്ടിക്കില്ലാടി. മിത്ര നന്ദനയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും പറയില്ല മുത്ത്, ഞാൻ വെറുതെ പറഞ്ഞ നമ്മുടെ സോറി നിന്റെ മാത്രം രുദ്രേട്ടൻ. അങ്ങനെ പറ. എന്തൊരു സാധനാണ്, അവളുടെ തോണി കരക്കടിഞ്ഞപ്പോൾ അഹങ്കാരം കണ്ടില്ലേ, കാണിച്ചു തരാടി നിന്നെ, എൻ്റെ മാവും പൂക്കും. നന്ദനയും ഇത്രയും മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് പുച്ഛിച്ചു. പിന്നീട് ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു പോയി. ഈ സമയത്താണ് വാതിൽ കടന്നുകൊണ്ട് ആരോ അകത്തേക്ക് വരുന്ന പോലെ ഇരുവർക്കും തോന്നിയത്. മുമ്പിലെ കാഴ്ച കണ്ട് നന്ദന ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് കണ്ട മിത്ര അവളെ കണ്ണുരുട്ടി നോക്കി. സുദേവനെയും താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി. അയാളുടെ കഴുത്തിൽ വലിയൊരു സെർവിക്കൽ കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുത്തനക്കാതെ ശ്വാസം പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന സുദേവനെ കണ്ടതും നന്ദൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. സുദേവന് തിരിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അയാൾ ദേഹമാസകലം തിരിച്ചുകൊണ്ട് നന്ദനെ കണ്ണുരുട്ടി നോക്കി. ഡീ, നീ എന്റെ സുദേവട്ടെ കളിയാക്കിയാണോ? ശ്രീദേവി ഉറഞ്ഞു വിളിക്കൊണ്ട് നന്ദനയോട് ചോദിച്ചു. അയ്യോ, ഞാൻ അതുകൊണ്ട് ചിരിച്ചല്ല ആൻറ്റി, അറിയാതെ ചിരിച്ചു പോയതാ. സുദേവനെങ്കിൽ വേണ്ടാത്ത പണിയല്ലേ ചെയ്ത്. ആരെങ്കിലും ഓടുന്ന വണ്ടിക്ക് തലവിച്ച് കൊടുക്കോ? അതുപോലെയല്ലേ രുദ്രേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് വലിയ പെർഫോമൻസ് നടത്തിയത്. അതുകൊണ്ട് എന്താ ഇപ്പൊ ഇങ്ങനെയായി? എങ്കിലും ആൻറ്റിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ രുദ്രേട്ടൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അങ്കിളിനോട്. വൈഭവേട്ടൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണല്ലോ ഏട്ടൻ ഇപ്പൊ കിടക്കി കിടക്കുന്നത്. അത് കണ്ടിട്ടെങ്കിൽ അങ്കിളിനെ ആൻറ്റിക്ക് തടയായിരുന്നു. ഓഹോ, വന്ന് ഞാഞ്ഞൂലുകൾക്ക് പോലെ എന്റെ മുഖത്തോക്കി സംസാരിക്കാൻ മാത്രമായോ? എന്റെ അനിയത്തിയുടെ മകളായതുകൊണ്ടാ ഞാൻ മിണ്ടാൽക്കുന്നത്, ഇല്ലെങ്കിലും ഉണ്ടല്ലോ. നന്ദനയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ശ്രീദേവി സുദേവനെയും കൊണ്ട് പതിയെ മുകളിലത്തെ അവരുടെ മുറിയിലേക്ക് നടന്നു നീങ്ങി. പതിയെ സുദേട്ട. വൈഭവിന്റെ തൊട്ടപ്പുറത്തായുള്ള കട്ടിൽ സുദേവനെ ശ്രീദേവി പതിയെ കിടത്തിച്ച്. അപ്പോഴും നേരത്തെ നന്ദന പറഞ്ഞതിന്റെ ദേഷ്യം അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്താമ്മേ, എന്തുപറ്റി? മുഖാകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അതിന് ശ്രീദേവി വൈഭവിനോട് നേരത്തെ നന്ദന പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞും വൈഭവ് സുദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും ആ പെണ്ണ് പറയാൻ ശരിയാ,
അച്ഛനെ എടുത്തിയാടേണ്ട ആവശ്യമില്ലായിരുന്നു. അച്ഛൻ എന്താ പറഞ്ഞ്? ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവനെ കട്ടിൽ കിടത്തുന്നല്ലേ? അവസാനം ഇപ്പൊ കിടന്നാരാ? എടുത്തിയാടി പ്രവർത്തിച്ച അച്ഛൻ തന്നെയാ വലിയ വീരവാദം ഇളക്കിയിട്ട് അവസാനം സ്വയം കുഴിയിൽ വീണ അവസ്ഥയായി. എന്തായാലും ദേഹാദി കണക്കണ്ട. അവന്റെ ആ കൈ കൊണ്ടുള്ള അടി കണ്ണീന്ന് പൊന്നീച്ച മറന്നു. അങ്ങനെയൊന്നും തളരുന്നവനല്ല മോനെ നിന്റെ അച്ഛൻ. രുദ്രദേവിന് വേണ്ടി ഞാൻ വലിയൊരു കെണി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അധികം വൈകാതെ അതിവിടെ എത്തും. കൗശലത്തോടെ സുദേവൻ ശ്രീദേവി നോക്കൊണ്ട് അത്രയും പറഞ്ഞ് കണ്ണുകളടച്ച് കിടന്നു. അപ്പോഴും ദേഷ്യം കൊണ്ട് അയാൾ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു രുദ്രേട്ടൻ ഇവിടുന്ന് പോയിട്ട്. അന്ന് കുളപ്പടവിൽ നിന്ന് നേരെ തറവാട്ടിലെത്തിയതും സൂര്യചേട്ടൻ രുദ്രേട്ടനെന്തോ സ്വകാര്യമായി പറഞ്ഞു. കേൾക്കേണ്ട താമസം രണ്ടുപേരും മുത്തച്ഛനോട് സമ്മതം വാങ്ങി നേരെ മുംബൈയിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ ശരിക്കൊന്ന് യാത്ര പറയാൻ കൂടി സാധിച്ചില്ല. എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പക്ഷേ അത് മതിയായിരുന്നു തനിക്ക്. കാരണം ഇപ്പോൾ രുദ്രേട്ടന്റെ കണ്ണുകൾ പോലും തന്നോട് സംസാരിക്കുന്ന പോലെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ആ ഒരു നോട്ടം, അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പക്ഷേ അതാർക്കും മനസ്സിലാവില്ല. പക്ഷേ രുദ്രേട്ടന്റെ പ്രണയിനിയായ മിത്രക്ക് മാത്രം മനസ്സിലാവും. ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് മിത്ര അറിയാതെ ചിരിച്ചുപോയി. ഡി ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയതും കണ്ടു തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന നന്ദനെ. നീ എന്താടി പകൽ സ്വപ്നം നിൽക്കുകയാണ് ഇവിടെ? നിന്നെ അമ്മായി വിളിക്കുന്നുണ്ട്, വന്നേ. നന്ദന മിത്രയുടെ കയ്യും പിടിച്ച് തറവാട്ടിലേക്ക് ഓടി. പതിവ് പോലെ വൈകുന്നേരം എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുമ്പോഴാണ് നന്ദനയുടെ അച്ഛൻ കൃഷ്ണദേവർമ്മ മുത്തച്ഛൻ തമ്പുരാനോടായി ഒരു കാര്യം പറഞ്ഞത്. അച്ഛാ, ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു. കൃഷ്ണനെയാളുടെ ഭാര്യ രത്നവും മുത്തച്ഛൻ തമ്പുരാന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ കൃഷ്ണ ഒരു മുഖവുരയൊക്കെ? എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഇവിടുത്തെ മരുമക്കളെയൊക്കെ ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് മുഖവുര വേണ്ട, എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. അത് പിന്നെ വെച്ചാ ഇന്ന് രത്നം നന്ദനമോളുടെ ജാതകം കൊണ്ടുപോയി നോക്കിയിരുന്നു. ജ്യോത്സ്യം പറയുന്നത് മോളുടെ വിവാഹത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. ഇപ്പൊ വിവാഹത്തിനുള്ള യോഗമുള്ള സമയമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 30 വയസ്സ് കഴിഞ്ഞിട്ടാ. അത് കേട്ട മുതൽ രത്ന ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. മുത്തച്ഛൻ അല്പസമയം ഒന്നും മിണ്ടാതിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് അത്രയും നേരം കളിച്ചിരിയാലിരുന്ന നന്ദനയുടെ കണ്ണുകൾ നിറയുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. നന്ദനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ മിത്രയും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ആ സമയം. ആ, നമ്മുടെ കുടുംബ ജ്യോത്സ്യം തന്നെയാണോ നോക്കിയത്? മുത്തശ്ശൻ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ അച്ഛാ, രത്നം മുത്തശ്ശൻ തമ്പുരാനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാണെങ്കിൽ കാര്യങ്ങളല്ല അച്ചട്ടാ. എന്നിട്ട് നിങ്ങളെന്ത് തീരുമാനിച്ചു? അത് പിന്നെ എൻ്റെ സഹോദരിയുടെ മകൻ വിഘ്നേഷ്, അവന് നന്ദനമോൾ ഇഷ്ടമാണെന്ന് ഇന്നലെ സാവിത്രി വിളിച്ചോ പറഞ്ഞിരുന്നു. അവൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. പിന്നെ നന്ദനയുടെ പഠിത്തത്തിലൊന്നും ഒരു മുടക്കം വരുത്തില്ലെന്ന് അവർ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അഭിമോനോട് ചോദിച്ചോ? അല്ല, അവൻ എപ്പോഴാ യൂറോപ്പിൽ നിന്ന് തിരികെ വരിക? അല്പം മുന്നേ അഭിയെ ഞാൻ വിളിച്ചിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുന്നാ പറഞ്ഞു. അവൻ കൂടി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാ ഞാനിപ്പോൾ സാവിത്രിയോട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കേട്ടിടത്തോളം മോശമില്ലാത്ത കുടുംബമാണല്ലോ അവരുടേതും. അതിനു മുന്നേ നന്ദനമോളോട് ചോദിക്കുക, അവൾക്ക് വിവാഹത്തിന് സമ്മതല്ലേന്ന്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി കൃഷ്ണ. അത്രയും പറഞ്ഞ് മുത്തശ്ശൻ പതിയെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഈ സമയം കൃഷ്ണൻ വന്ന് നന്ദനയുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ മോളൊന്ന് ശരിക്കും ആലോചിക്കുക. നിന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ഈ വിവാഹം നടത്തില്ല എന്ന് കരുതി നിന്റെ വിവാഹം നടത്താതിരിക്കാനും സാധിക്കില്ല. കാരണം അച്ഛൻ്റെ മോളുടെ വിവാഹയോഗം ഇപ്പോഴാ. കുട്ടി ആലോചിച്ച് തീരുമാനിക്കുക. അത്രയും പറഞ്ഞ് കൃഷ്ണൻ രത്നയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എല്ലാം കേട്ട് നന്ദന കണ്ണുകൾ നിറച്ച് അവിടെ ഇരുന്നു. തൊട്ടടുത്ത് മരവിച്ച അവസ്ഥയിൽ മിത്രി. ഈ സമയം ഇതെല്ലാം കേട്ട് വാതിൽപ്പടിയിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സൂരജിനെ അവരാരും ആ സമയം കണ്ടില്ല. എന്തുകൊണ്ടോ നന്ദനയുടെ കണ്ണിൽ നിന്നിറ്റി വീഴുന്ന കണ്ണുനീർ കണ്ടതും സൂരജിന്റെ നെഞ്ചൊന്നു പിടച്ചു. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് മിത്ര മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു വാതിൽപ്പടിയിൽ നന്ദനയെ നോക്കി നിൽക്കുന്ന തൻ്റെ സൂരജേട്ടനെ. ഏട്ടാ. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിത്ര ഓടി സൂരജിന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ ഇറുകെ കെട്ടിപ്പുണർന്നു. കണ്ണുകൾ നിറച്ച് ഞെട്ടിക്കൊണ്ട് നന്ദന മുമ്പിലേക്ക് നോക്കിയതും കണ്ടു മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന സൂരജിനെ. അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് നന്ദന പതിയെ നടന്ന് അകത്തളത്തിലേക്ക് പോയി. ഈ സമയം മിത്രക്ക് നന്ദനയുടെ കാര്യം സൂരജിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നന്ദന തന്നെ വിലക്കിയ കാര്യം അവൾക്ക് ഓർമ്മയിൽ വന്നു. സൂരജിനോടൊന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഏട്ടാ, രുദ്രേട്ടൻ വന്നില്ലേ? ഇല്ല മോളെ, അവൻ നാളെ രാവിലെ എത്തിയുള്ളൂ. എൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാനിങ്ങ് പോന്നു.
അതും പറഞ്ഞ് മിത്രയുടെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് സൂരജ് മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിലെത്തിയ നന്ദന പൊട്ടിക്കരഞ്ഞു പോയി. അവൾക്ക് തന്റെ സങ്കടം സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. മുറിയിലേക്ക് വന്ന മിത്ര കാണുന്നു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന നന്ദനയെയാണ്. നന്ദൂട്ടി, നീ ഇങ്ങനെ കരയില്ലേ? നീ ടെൻഷൻ ആവാതെ ഒരു കാര്യം ചെയ്യാം. കൃഷ്ണങ്ങളോട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? മിത്ര അവളോട് ചോദിച്ചു. എന്തു പറയാനാ മിത്ര, സൂര്യചേട്ടന് എന്നെ ഇഷ്ടം കൂടിയില്ല. ഞാൻ എങ്ങനെ പറയും എനിക്ക് സൂര്യചേട്ടനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്? വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേർക്കും പരസ്പരം മനസ്സാലൊരു ഇഷ്ടം വേണം. നിർഭാഗ്യവശാൽ എനിക്ക് മാത്രമേ സൂര്യചേട്ടനോട് പ്രണയമുള്ളൂ. ഏട്ടന് എന്നോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാലും നന്ദുട്ടി, ഞാൻ ഹരിയങ്ങളോട് സംസാരിക്കട്ടെ പ്ലീസ്, നീ സമ്മതിക്കേ? അല്ലി വേണ്ട, ഏട്ടനോട് സംസാരിക്കാലോ. എനിക്ക് നീ പറഞ്ഞിട്ട് സൂര്യചേട്ടൻ എന്നെ പ്രണയിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. സത്യത്തിൽ അതാണ് പ്രണയം, അല്ല അതൊരു അടിച്ചേൽപ്പിക്കല. ചിലപ്പോൾ നിന്റെ ഇഷ്ടത്തിൻ്റെ പുറത്ത് സൂര്യചേട്ടൻ സമ്മതിക്കുമായിരിക്കും. പക്ഷേ ഈ നന്ദൂട്ടിക്ക് അങ്ങനെയുള്ള സൂര്യജിനെ അല്ല വേണ്ടത്. എന്തായാലും അച്ഛനോട് ഞാൻ നാളെ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയും. എനിക്ക് വേണ്ടിയല്ല, അച്ഛന് വേണ്ടി. കാരണം അച്ഛനും അമ്മയും നന്ദൂട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ജന്മം തന്നവരാ, ഇത്രയും കാലം വളർത്തി വലുതാക്കിയവരാ. നന്ദിയേട് കാണിക്കില്ല ഈ നന്ദന. വിഘ്നേശ്വരൻ എനിക്കറിയാം, ഒരു പാവ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ കണ്ണുകളിൽ എന്നെ കാണുമ്പോഴുള്ള ഒരു തിളക്കം. അറിഞ്ഞിട്ട് അറിയാതെ നടന്നതാ. കാരണം എനിക്ക് വിഘ്നേശ്വരൻ അങ്ങനെ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പം ഞാനൊരു ഭാര്യയായാലും എൻ്റെ മനസ്സിൽ നിന്ന് സൂര്യചേട്ടനെ പറിച്ചു കളയാന്ന് പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. കാരണം എൻ്റെ ആത്മാവിൽ അത്രത്തോളം അലിഞ്ഞു ചേർന്ന സൂരജ് എന്ന വ്യക്തി. കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നന്ദനയുടെ കണ്ണുനീർ കാണും തോറും മിത്രയുടെ ഹൃദയം വിങ്ങി. കാരണം നന്ദന അത്രയും തകർന്നു പോയി എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നാതിരുന്നില്ല. നീ ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അത്രയും പറഞ്ഞ് സ്റ്റാൻഡിൽ നിന്നൊരു ടവലെടുത്ത് നന്ദന നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി. സങ്കടത്തോടെ മിത്ര നന്ദന കയറിപ്പോന്ന് കണ്ടതും പിന്നീട് അവൾക്ക് എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല. മിത്രയും നേരെ അവിടെ മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയം നന്ദനയുടെ മുറിയുടെ ചുമരിൽ ചാലിക്കുന്ന സൂരജിനെ മിത്ര കണ്ടിട്ടില്ലായിരുന്നു. സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നേരത്തെ നന്ദന പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ ഞാൻ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. കാരണം എന്റെ ആത്മാവിൽ അത്രത്തോളം അലിഞ്ഞു ചേർന്ന സൂരജ് എന്ന വ്യക്തി. ഈ സമയം ബാത്റൂമിൽ വസ്ത്രം പോലും മാറാതെ ഷവറിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു നന്ദന. തന്റെ മനസ്സിലെ നോവുകളെല്ലാം അവൾ ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തിലൂടെ ഒഴുക്കി കളഞ്ഞു. ശരീരം വല്ലാത്ത തണുത്തും. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഒരു തൂവെള്ള ടർക്കി ഉടുത്ത് നന്ദന ബാത്റൂമിൽ നിന്നിറങ്ങി. ബാത്റൂമിന്റെ ഡോറടച്ച് തിരിഞ്ഞതും തന്റെ കട്ടിൽ തലകുനിച്ചിരിക്കുന്ന സൂരജിനെ കണ്ട് അവൾ ഞെട്ടി വിറച്ചുപോയി. സൂര്യചേട്ടൻ എന്താ ഇവിടെ? താൻ ഏത് കോലത്തിലാണ് നിൽക്കുന്നതെന്ന് പോലും നന്ദന ആ സമയം മറന്നുപോയിരുന്നു. അവനെ തന്റെ മുറിയിൽ കണ്ട പകപ്പിലായിരുന്നു പെണ്ണ്. നന്ദനയുടെ ശബ്ദമാണ് സൂരജിനെ അത്രയും നേരത്തെ ആലോചനയിൽ നിന്ന് വിമുക്തനാക്കിയത്. ഞെട്ടിക്കൊണ്ട് മുൻപോട്ട് നോക്കിയ നന്ദനയെ കണ്ടതും സൂരജിന്റെ കണ്ണ് മിഴിഞ്ഞു പോയി. ചോദിച്ചു കേട്ടില്ലേ എന്താ ഇവിടെയെന്ന്? സൂരജിന്റെ തൊട്ടടുത്ത് നിന്ന് ദേഷ്യത്തോടെ അവനെ നോയിക്കൊണ്ട് നന്ദന ചോദിച്ചു. അത് പിന്നെ സൂരജിന് തന്റെ വായിൽ ഉമിനീരെല്ലാം വറ്റിപ്പോകുന്ന പോലെ തോന്നി. പൊട്ടിക്ക് ഇത്രയും ബോധല്ലേ? ഏത് കോലത്തിലാ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലും നോക്കാൻ നിൽക്കുന്ന കഴുത. സൂരജ് നന്ദനയുടെ മുഖത്ത് നോക്കി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഡോ, എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? താനിപ്പോൾ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്ന്? അത് പിന്നെ ഞാൻ നിന്ന് വിൽക്കാതെ കാര്യം പറയടോ. നന്ദന സൂരജിനെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു. ഡീ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി എന്നെ എടോന്ന് വിളിക്കരുതെന്ന്? എന്താണ് നിനക്ക് പറഞ്ഞനുസരിക്കാൻ ഇത്ര മടി? എനിക്കല്പം മടിയുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലേ എൻ്റെ വിവാഹം ഉറപ്പിച്ചു, അതെന്നെ മുറച്ചെറുക്കനായിട്ട്. അത്രയും നേരം കുറുമ്പോടെ നിന്ന സൂരജിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറാൻ അധിക നേരം വേണ്ടി വന്നില്ല. അതുകൊണ്ട് വലിയ അധികാരത്തിലുള്ള വിളിയൊന്നും വേണ്ട, കോൾമി നന്ദന, അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അത് മാത്രമല്ല, ഇനി എന്നെ കാണണമെങ്കിലേ അങ്ങ് അമേരിക്കയിലേക്ക് വരണം. അതുകൂടി കേട്ടതും സൂരജിന്റെ ടെമ്പർ തെറ്റിയിരുന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ തൻ്റെ കൈകൾ ചേർത്ത് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ഒരു വിഘ്നേശേട്ടൻ, പോണോടി, നിനക്ക് അവനെ കല്യാണം കഴിച്ച് പോണോന്ന്. മുറുകിയ മുഖത്തോടെ കണ്ണുകളെല്ലാം ചുവപ്പിച്ച് വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കി ചോദിക്കുന്ന സൂരജിനെ കണ്ടതും നന്ദന സത്യത്തിൽ ഭയന്നുപോയി. അവൾ ആദ്യം വേണമെന്നും പിന്നെ വേണ്ട എന്നും വിലങ്ങനെ തലയാട്ടി. നീ എൻ്റെ പെണ്ണാ, എൻ്റേത് മാത്രം. ഈ സൂരജിന്റെ പെണ്ണാ നീ. ഇന്നോ ഇന്നലെയല്ല, എന്നോ എൻ്റെ മനസ്സിൽ കൂടിക്കയറിയ പെണ്ണാ നീ. അങ്ങനെ ഒരു മുറച്ചെറുക്കനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ നിന്നെ അകറ്റി നിർത്താൻ കാരണം ഞാനൊരു അനാഥനായതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം ഉണ്ട്.
പഠിപ്പ് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ ഞാൻ ഇനിയും നിന്നോടൊന്നും പറയാതിരുന്ന ചിലപ്പോൾ നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നി. അതാ ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ നിന്നെ ആട്ടിപ്പായിക്കുമ്പോഴെല്ലാം നിന്റെ കണ്ണ് മാത്രമല്ല പെണ്ണെ, എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു നന്ദുട്ടി. ഒരു നിമിഷം സൂരജിന്റെ മനസ്സിലെ തുറന്ന പറച്ചിൽ നന്ദന കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിന്നു. സന്തോഷം കൊണ്ട് അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. സൂര്യചേട്ടാ. സന്തോഷം കൊണ്ട് നന്ദനയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു. അവൾ അവനെ ഇറുകെ കെട്ടിപ്പുണർന്നു. തിരിച്ച് സൂരജ് അവളെ പുണർന്നു. മറ്റാർക്കും വിട്ടുകൊടുത്തു.